ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു ടൂർ പോവാണ്, തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ടൂറാണ്, ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇന്ന മിമിക്രിക്കാരൻ കയറുന്നുണ്ട്, പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട് ഞങ്ങളുടെ ബസ്സിൽ, പുള്ളി ചേർത്തല ഇറങ്ങും, പിന്നെ ഇവിടുന്ന് അടുത്ത ആൾ കയറും. അങ്ങനെ ഓരോ ജംഗ്ഷനിൽ നിന്നും കലാകാരന്മാർ ബസ്സിൽ കയറി പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ട്രിപ്പ്. അപ്പോൾ എന്നോട് ചോദിച്ചു, പിഷാരടിക്ക് ഒന്ന് വൈറ്റിൽ നിന്ന് കയറിയിട്ട് ആലുവ ഇറങ്ങാൻ പറ്റുമോ, അതിനകത്ത് ബസ്സിലൊരു ചെറിയ പരിപാടി അവതരിപ്പിച്ച് പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അന്ന്. പക്ഷേ അത് ചെയ്യാവുന്ന അവസ്ഥകളുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ നല്ലോണം ചെയ്യുന്ന സമയം അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യും. ബോട്ടിലും അതിലും കല്യാണ വീട്ടിലൊക്കെ പോണ സമയമാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടാ, ഞാൻ ചെയ്യാം. ബസ്സിൽ നല്ല സൗണ്ടും പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞാൽ അവർ പറഞ്ഞ് സൗണ്ട് നമുക്ക് ശരിയാക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പിഷാരടിയാന്ന് ആരോടും പറയത്തില്ല. ഞാൻ പറഞ്ഞു വേണ്ട, കയറും പറഞ്ഞാൽ മതി. അല്ല, കയറുമ്പോഴും അറിയണ്ട, 2 മിനിറ്റ് കഴിഞ്ഞ് അറിഞ്ഞാൽ മതി. ഞാൻ വെച്ചാൽ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അറിയണത്, നമ്മുടെ വേറെ പരിപാടിയല്ലേ. ഞാൻ വെച്ചാൽ എന്താ, വൈറ്റിൽ നിന്ന് പിഷാരടി സാരി ഉടുത്ത് പെൺവേഷം ഇട്ടുകൊണ്ട് ഞങ്ങളുടെ ബസ്സിൽ കയറണം. എന്നിട്ട് ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ മറ്റേ കാബ്ര കളിക്കുന്ന പോലെ ഡാൻസ് ആലുവ വരെ എന്നിട്ട് ഞാൻ ആലുവയിൽ വിത്ത് പെൺവേഷം ആലുവയിൽ ഇറങ്ങിയിട്ട് റോട്ടിൽ നിന്ന് ഡ്രസ്സ് മാറിയിട്ട് വീട്ടിൽ പോകണമെന്ന്. പക്രുചേട്ടൻ കഥകൾ ഇഷ്ടം പോലെ ഉണ്ട്. പലരും തെറ്റിദ്ധരിച്ചിട്ടും അല്ലാതെയൊക്കെ. ഞങ്ങൾ വേറൊരു പരിപാടിക്ക് പോയപ്പം, പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അവിടെ അടുത്തൊരു വീട്ടിൽ ഞങ്ങളെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ വീട്ടിൽ ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. 9:30 മണിയൊക്കെ ആയി. പരിപാടി ഒരു 10-11 മണിയാവും തുടങ്ങാൻ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി നടക്കുമെങ്കിൽ പക്രുചേട്ടൻ അങ്ങനെ പുറത്തിറക്കി വിടില്ല. കാരണം എന്താ, പക്രുചേട്ടൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നാൾ പറഞ്ഞ പോലെ പക്രുചേട്ടനെ പെട്ടെന്ന് ആൾക്കാർ എടുത്തോണ്ട് പൊക്കളയും. നമ്മളൊന്നും എടുത്തോണ്ട് പോകുന്ന പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്രുചേട്ടൻ അങ്ങനെയല്ല. ഇങ്ങനത്തെ ഫിഗർ ഒന്നുമല്ല കേട്ടോ, കുട്ടികളുടെ ഒരു മുഖം, താടി മീശയൊന്നും പക്രുചേട്ടൻ ക്ലീൻ ഷേവ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ചില മദ്യപാനികളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹെൽത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ പക്രുചേട്ടൻ അങ്ങനെ വെറുതെ ഇറങ്ങി നടക്കൂല. അദ്ദേഹം അവിടെ തന്നെ ഒരു റൂം ചോദിച്ചു, അവിടെ പോയി കിടന്നു. റൂമിലാണെങ്കിൽ കുഞ്ഞു പിള്ളേർ 2 എണ്ണം കിടപ്പുണ്ട് അവിടെ, അവരുടെ എങ്ങാണ്ട്. അപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് പക്രുചേട്ടൻ എന്തെന്നില്ലാത്ത ഒരു ചിരി മുഖത്ത്, ഒരു ആനന്ദം. ഞാനിതിനു മുമ്പ് കോളേജിൽ നിന്ന് ടൂർ പോയിട്ട് താജ്മഹൽ കണ്ടപ്പോൾ കുറേ സുഹൃത്തുക്കളുടെ മുഖത്ത് ഈ സന്തോഷം, ഈ ഒരു എന്തോ നേടിയ ലോകം കണ്ട ഒരു സന്തോഷം പക്രുചേട്ടൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ എന്താണെന്ന് ഞാൻ ചോദിച്ച്, എന്തായിട്ടും പറയുന്നില്ല. പിന്നെ ആ സന്തോഷം കണ്ടില്ല. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സുന്ദരിയായ സ്ത്രീ ആ മുറിയിലേക്ക് വന്നു ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട്. വന്നപ്പം പിള്ളേരല്ലേ കട്ടിലേക്ക് കിടക്കണമെന്ന് ഓർത്ത് ആ സ്ത്രീ സാരി മുഴുവൻ ഊരി മാറി എടുത്തിട്ട് പോയി. ആ മുറിയിൽ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ. ഞാനൊരു മാന്യായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കണ്ണടച്ചിടുന്ന കുറഞ്ഞു. എനിക്കൊരു ചെറിയ കാര്യം ടെൻഷനേ ഉള്ളൂ, ഇനിയിപ്പോൾ ഡയാന എന്നെ ആ മുറി കയറ്റത്തില്ലല്ലോ.